പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ, പണിക്ക് പോയിരിക്കുന്ന അപ്പൻ രാത്രി ഭക്ഷണത്തിലുള്ള വകയും കൊണ്ടുവരുമെന്ന് വിചാരിച്ചുകൊണ്ട് അമ്മയും മക്കളും കാത്തിരിക്കണ പോലെ ജീവിതത്തിൻ്റെ ഓരോ വിഷയങ്ങളിൽ ഘടകങ്ങളിലേക്ക് കടന്നു പോകാൻ വേണ്ടി ഈ പ്രാർത്ഥനയും കാത്തിരിക്കുന്ന ആയിരങ്ങളുണ്ട് ഇസ്രായേൽ ലോകം മുഴുവനും. ആ മക്കളെല്ലാം ഞാൻ ഈ സമയത്ത് ഓർത്തുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയ്ക്ക് മക്കളെ നിങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവ്, ഇന്ന് ആശുപത്രിയിൽ പോകുന്നവരുണ്ട് ഈശോയെ, ഇന്ന് ഓപ്പറേഷന് ഡേറ്റ് ഇട്ടിട്ടുള്ളവരുണ്ട് ഈശോ, അവരെ ഞാൻ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. കർത്താവ് അവരെ സന്ധിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യട്ടെ. ഇന്ന് സ്കാനിങ്ങിന് പോകുന്നവരുണ്ട്,
ഇന്ന് ടെസ്റ്റിന് രക്തവും മറ്റു കാര്യങ്ങളും ടെസ്റ്റിന് കൊടുത്ത് റിസൾട്ടിന് പോകുന്നവരുണ്ട്. കർത്താവ് അവർക്കെല്ലാം അനുകൂലമായ റിസൾട്ട് കിട്ടാൻ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ഇന്ന് പ്രസവം നിശ്ചയിച്ചിരിക്കുന്നവരുണ്ട്, അത് ഓപ്പറേഷൻ ആകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ചിലർ ഓപ്പറേഷൻ ആകണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. കർത്താവേ, എന്താർക്കും ഓരോരുത്തരും അനുയോജ്യമായതും അവർക്ക് സന്തോഷം തോന്നണമെന്നുമായ കാര്യങ്ങൾ ചെയ്യാൻ നീ അവരെ ഈശോ അവരെ അനുഗ്രഹിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ നിൻ്റെ എല്ലാ ജീവിത തടസ്സങ്ങളെയും നീ ആഴ്ച നേരിടാൻ പോകുന്ന മുഴുവൻ ദോഷങ്ങളെ ഈശോ നാമത്തിൽ ബന്ധിക്കും. പിതാപുത്രനും പരിശുദ്ധാത്മാശ്വരൂപ നീക്കുവാമേ. വിശ്വാസ വളർച്ചയുടെ സുവിശേഷ പരിസരങ്ങൾ ഈ കഴിഞ്ഞ 5 ദിവസങ്ങൾ നമ്മൾ കാണുകയായിരുന്നു. ഇന്ന് 6-ാം ദിവസമാണ്. ഇന്ന് നമ്മൾ ഇന്നലെ വായിച്ച ബാക്കി ഭാഗങ്ങൾ വായിക്കുകയാണ്. സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും. സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും, അതായത് വിശ്വാസത്തെ സുഹൃതം കൊണ്ടും, സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും, ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും. ജ്ഞാനം വർദ്ധിക്കുമ്പോ ചിലപ്പോ ഒരു ആധ്യാത്മികമായ അഹങ്കാരം വരാൻ സാധ്യതയുണ്ട്. ജ്ഞാനം വർദ്ധിക്കുന്നത് എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ഇപ്പൊ നമ്മൾ അറിഞ്ഞാൽ, ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് അറിഞ്ഞാൽ പെട്ടെന്ന് അറിവ് അഹങ്കാരമാണ് ജനിപ്പിക്കുന്നത്. 1 കൊരിന്ത്യർ 8:1 അറിവ് അഹന്ത ജനിപ്പിക്കുന്നു. അറിവ് അഹന്ത ജനിപ്പിക്കുന്നു. സ്നേഹമോ ആത്മീയോത്കർഷം വരുത്തുന്നു. അപ്പൊ ഈ അറിവിന്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് ഇത് അഹന്ത ഉണ്ടാക്കും. എന്നുവെച്ചാൽ നമ്മൾ എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ പഠിച്ചിട്ടില്ലെന്ന് പറയും, അവർക്ക് അറിവില്ലെന്ന് പറയും, അഹന്ത ഉണ്ടാക്കും. പട്ടാളക്കാരില്ലേ, വെടിവെപ്പ് പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ മറ്റുള്ളവരെ സിവിലിയൻ എന്നേ വിളിക്കത്തുള്ളൂ. സിവിലിയൻ. ഈ സിവിലിയന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഇവര് പട്ടാളത്തിൽ ചേർന്നിരിക്കണമെന്നാണ് പറയണത്. അപ്പം എന്തെങ്കിലും തരത്തിൽ പ്രൊഫഷണലായിട്ട് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അഹന്ത ഉണ്ടാവും. എനിക്ക് തന്നെ സെമിനാരി പഠിക്കുന്ന കാലത്ത് കുറേ നുണകളൊക്കെ വലിയ ശാസ്ത്രീയ കണ്ടുപിടുത്തം പോലെയൊക്കെ ചിലവരൊക്കെ തട്ടിവിടാൻ ഞാൻ കേട്ടിട്ടുണ്ട്. ചെങ്കടല പിളർത്തി എന്ന് പറഞ്ഞാൽ അവർ ചെങ്കടല പിളർത്തിയൊന്നും അല്ലത്, അത് വേലിയിറക്ക സമയമായിരുന്നു. അപ്പോഴാണ് മോസസ് കൂട്ടരും ആ വേലിയിറക്ക സമയത്താണ് ചെങ്കടല കടന്നു പോയത്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇവർ പറയും. കർത്താവ് 5000 തീറ്റി പോയിട്ടെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അപ്പം വർദ്ധിപ്പിച്ചില്ല, മറിച്ച് പെസഹക്കാലമായിരുന്നു. അതിൽ ജെറുസലേമിലേക്ക് പോയ ആൾക്കാരുടെ ഇടയിലെല്ലാം അപ്പം ഉണ്ടായിരുന്നു, അവരോട് പങ്കുവെക്കാനാണ് ഈശോ പറഞ്ഞതെന്ന് വിമോചന ദൈവശാസ്ത്രജ്ഞന്മാർ പറയും. ഇങ്ങനെ പുതിയ പുതിയ നോളജുകൾ വരുമ്പോൾ ഇത് കേൾക്കണവർക്കില്ല, എന്നാൽ പുതിയ കാര്യം കേട്ടപ്പോൾ അഹന്ത ഉണ്ടാവുമായിരുന്നു. അപ്പോൾ എനിക്കുണ്ടായിരുന്ന ചെറിയ അഹന്തയൊക്കെ, പക്ഷെ ഞാനൊരു കണക്കിന് രക്ഷപ്പെട്ടത്. അതായത് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി ഇത് സാത്താൻ സഭയിൽ പ്രവർത്തിച്ചിരിക്കുന്നതിൻ്റെ പിണിയാളുകളായിട്ട് ഇറക്കിയിരിക്കുന്ന ആൾക്കാരാണെന്ന് മനസ്സിലായി. സുവിശേഷത്തിൻ്റെ ശക്തി ചോർത്തിക്കളയുന്ന എല്ലാ റാഷണലൈസേഷനും യൂറോപ്യൻ സഭ എവിടെയാണ് കൊണ്ടേ ആക്കിയത് അവിടെ നമ്മളെയും കൊണ്ടേ ആക്കും. വേറെ ചരിത്രമൊന്നും പറയേണ്ട കാര്യമില്ല, ചരിത്രമൊന്നും പറയേണ്ട കാര്യമില്ല. എല്ലാ കാര്യങ്ങളിലും ഈ റാഷണലൈസേഷൻ സഭയിൽ വന്നതിന് ശേഷം ദൈവിക പദ്ധതികളുടെ കഴുത്തിനാണ് അത് കത്തിവെച്ചത്. അറിഞ്ഞില്ല. കർത്താവിൻ്റെ അത്ഭുതങ്ങളെ നമ്മളിന്ന് എല്ലാ ദിവസവും കാണുന്ന ഒരു സ്ഥലമാണ് കൃപാസനം. പക്ഷെ അത് എന്തുകൊണ്ടാണ് അത്ഭുതങ്ങളായിട്ട് ജനങ്ങൾ ഇന്നും ആശ്വാസം പ്രാപിക്കേണ്ടത്? ഞാനെന്നൊരു വിശ്വാസി അവിടെ ഈ അത്ഭുതങ്ങളെ അംഗീകരിക്കുന്നത് കൊണ്ടാണ്. എൻ്റെ സ്ഥാനത്ത് വേറെ ആൾ വന്ന് ബുദ്ധിപരമായിട്ടാണ് വിഷയം കാണുന്നുണ്ടെങ്കിൽ കർത്താവ് ചാപ്റ്റർ ക്ലോസ് ചെയ്ത് അയാളെയും ക്ലോസ് ചെയ്യും, പുസ്തകം ക്ലോസ് ചെയ്യും. ഒരു സംശയമില്ല കാര്യത്തിൽ. കാര്യം ദൈവികമായ പദ്ധതികളെ എളിമയോടെ അംഗീകരിക്കണം. വിശ്വാസം നമുക്ക് നൽകേണ്ടത് എളിമയും ദൈവിക പദ്ധതികളോടുള്ള ഒരു സമർപ്പണവുമാണ് ശരിക്കും വരണത്. അങ്ങനെ അതിൻ്റെ അമ്മ പ്രത്യക്ഷപ്പെടാൻ കാരണം. അല്ലെങ്കിൽ എന്തുകൊണ്ട് അമ്മ പ്രത്യക്ഷപ്പെട്ടു? ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെ
ദൈവികമായ ഇടപെടലുകളെയും അതേ ഒരു ഭവ്യതയോടെ കൃത്യതയോടെ ഏറ്റെടുക്കും. അതിന് ഞാനൊരിക്കലും യുക്തി കൊണ്ടുവന്ന് അതിൻ്റെ അകത്ത് കയറ്റി ദൈവത്തിന് യുക്തിയുടെ ഉപകരണമാക്കത്തില്ല ഒരിക്കലും. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം ആ വിഷയത്തിൽ. കർത്താവ് ഇന്നും വിടുതൽ നൽകുന്നതിന് അത്ഭുതം പ്രവർത്തിക്കുന്നതാണ്. അല്ലാതെ ഒരു കാലത്ത് കർത്താവ് അത്ഭുതം ചെയ്തിരുന്നു, ഇന്ന് ചെയ്തില്ലെന്ന് പറയണത് എന്തൊരു നോൺസെൻസാണ്. ഒരു കാലത്ത് അത്ഭുതം ചെയ്തിരുന്ന കർത്താവ് ഇന്ന് ചെയ്യുന്നില്ലെന്ന് പറയുന്ന കുറേ ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഇന്ന് ചെയ്യാഞ്ഞിട്ടല്ല, ഇന്ന് ചെയ്തിട്ട് കാര്യമില്ലാത്ത അണ്ണന്മാരുടെ എണ്ണം കൂടി. അവിടെയാണ് വിഷയം വേണ്ടത്. അതായത് സിമ്പിളായിട്ട് വിശ്വസിച്ച് ആത്മാർത്ഥമായിട്ട് ദൈവിക വഴികളെ കണ്ടുപിടിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് പോയി. ആര് കളഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ശാസ്ത്രീയം ആവശ്യമില്ലാത്ത സ്ഥലത്ത് ശാസ്ത്രം കുത്തിക്കയറ്റി സഭാപരമായ കാര്യങ്ങൾ ശാസ്ത്രീയമായി പഠിപ്പിക്കാൻ വേണ്ടി ഉള്ള ശ്രമങ്ങൾ നടത്തി വന്നപ്പോൾ എന്നാ പറ്റി? പാക്കപ്പലിനുള്ള കാറ്റും കൊണ്ട് ദൈവത്തിൻ്റെ വഴിക്ക് പോയി. അതല്ലേ സംഭവിക്കണേ. അപ്പം വിശ്വാസത്തെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അറിവ് അഹന്ത ജനിപ്പിക്കും. അപ്പം നിനക്കൊരു അഹന്തയുണ്ടെങ്കിൽ നീ അവിശ്വാസിയാണെന്ന് ഓർക്കണം. എനിക്കും എൻ്റെ കുടുംബത്തിനും ലഭിച്ച അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. ആ അവസരം ഒരുക്കി തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഞാൻ സൗദിയിലൊരു ഡ്രൈവറായിട്ടാണ് ജോലി ചെയ്യുന്നത്. ഒരു കോൺട്രാക്ടിൻ്റെ കീഴിൽ ഒരു സപ്ലൈ ആയിട്ട് അറാംകോൻ്റെ ഹെഡ് ഓഫീസിലാണ് ജോലി ചെയ്തു വന്നത്. അപ്പോൾ ഓരോ വർഷവും എൻ്റെ കോൺട്രാക്റ്റ് പുതുക്കണം. അപ്പോൾ അതിന് പല പ്രൊസീജിയറുകളുണ്ട്, ഇവാലുവേഷൻ ഉണ്ട്, അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് അതെല്ലാം റെഡിയായി വന്നപ്പോഴത്തേക്ക് എൻ്റെ വിസയുടെ ഒരു പ്രശ്നം വന്നു. അവിടെ ഞാൻ ചെയ്യുന്ന പ്രൊഫഷൻ അവിടെ സൗദിവൽക്കരണം നടത്തുന്ന സമയമാണ്. അപ്പോൾ സൗദികൾക്ക് വേണ്ടിയിട്ടായിട്ട് മാറ്റേണ്ടതായി വന്നു. അല്ലെങ്കിൽ എനിക്കത് ആവശ്യമായ എനിക്ക് ആ രേഖകൾ അവിടെ കൊടുക്കേണ്ടതായിട്ടും അവർ ആവശ്യപ്പെട്ടു. അപ്പോൾ മതിയായ രേഖകൾ എൻ്റെ കൈവശം ഇല്ലായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ അതുപോലെ എൻ്റെ കയ്യിലൊക്കെ ആ രേഖകളെല്ലാം ഇല്ല, അത് സബ്മിറ്റ് ചെയ്താൽ അപ്പോൾ റിജക്റ്റ് ആവും. അപ്പോൾ അങ്ങനെ റിജക്റ്റ് ആയാൽ ചിലപ്പോൾ എനിക്ക് അവിടുത്തെ ആ കോൺട്രാക്റ്റ് എന്നെ അവിടെ നിന്ന് അവർ തിരിച്ചുവിടും, ജോലി നഷ്ടമാവും. അപ്പം അങ്ങനെ ഒരു വിഷമഘട്ടത്തിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ വീട്ടിലേക്ക് വിളിച്ചു. ഭാര്യ ജെൻസിയോട് പറഞ്ഞു, ഇതുപോലെ ഒരു കാര്യമുണ്ട്, എൻ്റെ ജോലി ഇങ്ങനെ പ്രശ്നത്തിലാണ്, അപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ ഒരു കാര്യം, അപ്പോൾ ഇങ്ങനെ കൃപാസനത്തിൽ പ്രാർത്ഥനയ്ക്ക് വരാറുണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്നോട് പറയാറുണ്ട് വിളിക്കുമ്പോഴത്തേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, കൃപാസനത്തിൽ നീ മക്കൾ കൂടി പോയിട്ട് ഉടമ്പടി എടുക്കുക, പ്രാർത്ഥിക്കുക, അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ എന്താണ് മുന്നിൽ വരുന്നതെന്നുള്ളത് ആ ഒരു ആശങ്കയോടുകൂടി തന്നെയാണ് പറയണത്. അപ്പോൾ പറഞ്ഞു ശരി എന്നാൽ ഞാൻ പോവാം. അങ്ങനെ ഇവർ വന്ന് ഡിസംബർ 8-നാണ് വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് അപ്പോൾ അന്ന് വൈകിട്ട് ഞാൻ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഉടമ്പടി എടുത്തിട്ടുണ്ട്, നിങ്ങളൊരു ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ഇട്ട് പ്രാർത്ഥിക്ക്. അതുപോലെ ഞാനിവിടെ നിന്ന് പ്രാർത്ഥനയുടെ കാര്യങ്ങളൊക്കെ അയച്ചു തരാം. അപ്പോൾ അതങ്ങനെ വാട്സാപ്പിൽ അയച്ചു തന്നു. ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ഇട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ നമുക്ക് വിശ്വാസം കുറച്ചേ ഉള്ളൂ, കാര്യം അവിടുത്തെ സ്ഥിതി അങ്ങനെയാണ്, ഒരു കോൺട്രാക്റ്റ് ജോലിയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒരു മുന്നോട്ട് പോരാമെന്നുള്ളൊരു ചിന്ത നമുക്ക് വലിയ പ്രശ്നം തന്നെയാണ്. അപ്പോൾ 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ സൂപ്പർവൈസർ സൗദിയാണ്, അറാംകോയിലെ സൂപ്പർവൈസറാണ്. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, നല്ലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. അപ്പോൾ എന്താ സാർ? അത് മാനേജ്മെൻറ്റ് തീരുമാനിച്ചു 2 പേരെ സ്ഥിരപ്പെടുത്താനായിട്ട്. സത്യമാണോ? കാര്യം നമ്മൾ കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യുക എന്നുള്ളൊരു ഘട്ടം മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ
അതൊരു അറാംകോ എംപ്ലോയി ആയിട്ട് നമ്മൾ നിയമിക്കപ്പെടും എന്ന് നമുക്ക് ഒരിക്കലും സ്വപ്നത്തിൽ പോലും ഇല്ല. അപ്പോൾ സാർ പറഞ്ഞു സത്യമാണ്, എൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് നിനക്ക് ഉണ്ടാവും. അപ്പം നീ വീട്ടിൽ വിളിച്ച് പറഞ്ഞോ, വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ട് അവരോട് പ്രാർത്ഥിക്കാൻ പറയാം. ബാക്കി പിന്നെ കമ്പനി വലിയ കമ്പനിയാണ്, നിങ്ങൾക്കറിയാം. അറാംകോ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനിയാണ്. അപ്പോൾ അവിടെ ഒരു ജോലി കിട്ടുക എന്നുള്ളത് എല്ലാവരുടെ ഒരു സ്വപ്നമാണ്. അവിടെ ഒരുപാട് പ്രൊസീജിയറുണ്ട് അവിടെ കമ്പനിക്ക്. അപ്പോൾ അത് നമുക്ക് ആ ഒരു ഇതുണ്ട്, ഒരു അത്ഭുതം തന്നെയാണ്. അപ്പോൾ ശരി, നീ അതിനൊക്കെ ഒന്നും ഭയപ്പെടേണ്ട, എൻ്റെ ഭാഗത്തുള്ള എല്ലാ സപ്പോർട്ടും നിനക്ക് ഉണ്ടാവും, നീ മുന്നോട്ട് പോയിക്കോ, കുഴപ്പമൊന്നുമില്ല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ റെഡിയാവും. അങ്ങനെ ഒരു 6 മാസത്തോളം അതിൻ്റെ പ്രൊസീജിയറുണ്ട്, ബാക്ക്ഗ്രൗണ്ട് ഇൻവെസ്റ്റിഗേഷൻ, മറ്റുള്ള ഒത്തിരി കടമ്പകളുണ്ട്. നമ്മുടെ പഴയ ഫയലുകളൊക്കെ നോക്കും, നമുക്ക് എന്തെങ്കിലും റിമാർക്കുണ്ടോ, അപ്പോൾ നമ്മുടെ ഇവിടെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കേസസ് ഉണ്ടോ, അവിടുത്തെ പഴയ കമ്പനികളിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, കമ്പനി ഡ്രൈവിങ്ങിൽ വയലേഷൻ ഉണ്ടോ, ഒത്തിരി കടമ്പകൾ. പക്ഷെ എന്നെ സംബന്ധിച്ച് എന്താണെന്നറിയില്ല, അങ്ങനെ ഒന്നും തന്നെ ഇതുവരെ ഒരു റിമാർക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് വലിയൊരു ഉപകാരമായി. അതുമാത്രമല്ല, എനിക്ക് ജോലി താൽക്കാലികമായിട്ടാണെങ്കിലും അവിടെ ചെയ്തുകൊണ്ട് പോകുന്നത്, ഞാൻ അവിടുത്തെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥൻ CEO പ്രസിഡൻറ്റിൻ്റെ ഡ്രൈവറായിട്ടായിരുന്നു. അപ്പോൾ ആ ഒരു സപ്പോർട്ട് എനിക്ക് വലുതായിരുന്നു. അപ്പോൾ നേരെ ഫയൽ പോയത് ഈ സിഒയുടെ അടുത്തേക്കാണ്. ഫൈനൽ സൈനപ്പ് പുള്ളിയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് സൈൻ ചെയ്തു, ഫയല് എല്ലാം ഓക്കെ ആയി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് റെഡിയായി. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനെ ഇവിടുന്ന് വരുന്ന വഴി ഒരു കാശ് രൂപം കൊടുത്തയച്ചു. അതുകൊണ്ട് ഞാനും വൈകിട്ട് പ്രാർത്ഥനയിൽ, എൻ്റെ പ്രാർത്ഥനയിൽ കാശ് രൂപം നെഞ്ചോട് ചേർത്ത് പ്രാർത്ഥന തുടങ്ങി. ഇവിടെ വീട്ടിലും അവർ മുട്ടിപ്പായിട്ട് ആ പ്രാർത്ഥന ഉടമ്പടിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ആ രീതിയിൽ തന്നെ അവർ ആ കാര്യങ്ങളും ഭാര്യയും മക്കളും ചെയ്തു പോകുന്നു. അപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ, അതായത് കൊറോണ നല്ല മൂത്ത് നിൽക്കുന്ന സമയം, അവിടുത്തെ സ്റ്റാഫിംഗ് സർവീസിൻ്റെ എല്ലാം നിർത്തിവെച്ചിരിക്കുന്ന സമയം, മറ്റുള്ള ഒരു ജോലിക്കാരെയും അവിടെ എടുക്കാത്ത സമയത്താണ് ഞങ്ങൾ 2 പേര് അവിടെ അവർ സ്ഥിരപ്പെടുത്തുന്നത്. അപ്പോൾ സ്ഥിരപ്പെടുത്തുന്നത് വെച്ചാൽ എന്നേക്കാൾ സീനിയറായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്, പല രാജ്യക്കാരുണ്ട്, സൗദികളുണ്ട്, അവരെല്ലാം മറികടന്നാണ് ഞാൻ ഇവരുടെ മുന്നിലെത്തുന്നത്. അപ്പോൾ അത് വലിയൊരു സംഭവം. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, നിങ്ങളുടെ എങ്ങനെ ഇത് ഇത്രയും ഫാസ്റ്റായിട്ട് നിങ്ങൾ വെരിഫിക്കേഷനൊക്കെ നടന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, അതൊന്നും എനിക്കറിയില്ല, അതെല്ലാം നമ്മുടെ ഒരു വിശ്വാസമാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ മാനേജ്മെൻറ്റ് സപ്പോർട്ടാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ എല്ലാം സ്മൂത്തായിട്ട് നടന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ മനസ്സിൽ വിചാരിച്ചു, ഞാൻ ഇവിടെ അമ്മയുടെ അടുത്ത് വന്നിട്ട് ഞാൻ സാക്ഷ്യം പറയണം. അപ്പോൾ അത് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ 1 വർഷം അങ്ങനെ ജോലി സ്ഥിരമായി. 1 വർഷമായപ്പോഴത്തേക്ക് കഴിഞ്ഞ വർഷം ഇവിടെ വന്നപ്പോഴത്തേക്ക് കൊറോണ സമയമാണ്, ഇവിടെ അതിനുള്ള സാഹചര്യമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാനത് ഇവിടെ അപേക്ഷ എഴുതിയിട്ടിട്ട് തിരികെ പോകേണ്ടി വന്നു. അപ്പോൾ ഞാൻ പോകുമ്പോഴത്തേക്ക് എനിക്ക് അമ്മ ബോണസായിട്ട് ഞാൻ നിയോഗത്തിൽ വെക്കാത്ത 2 കാര്യങ്ങൾ കൂടി എനിക്ക് ചെയ്തു തന്നു. എനിക്കൊരു സ്ഥലം മേടിക്കാൻ പറ്റി. കാര്യം, ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് അവിടെ വഴിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ അവർ വഴി നന്നാക്കാനായിട്ട് അവർ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഞാനത് ആ ഒരു വിഷമത്തിൽ ഞങ്ങൾ കുടുംബം വളരെ വേദനിച്ചിരുന്നു. കാര്യം, നടക്കാനായിട്ട് നല്ലൊരു വഴിയില്ല, ചേറിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. മറ്റുള്ള സ്ഥലങ്ങളെല്ലാം കോൺക്രീറ്റ് വഴിയായി, ഞങ്ങളുടെ വഴി മാത്രം അവിടെ ഒരു വഴി രക്ഷയില്ല, അവർ സമ്മതിക്കുന്നില്ല. അപ്പം മനസ്സിലിങ്ങനെ ആഗ്രഹിച്ചു, ദൈവമേ അവർക്കൊരു നല്ല ബുദ്ധി കൊടുക്കണേ, അവർക്കൊരു സമ്മതിക്കാനുള്ള ആ ഒരു സാഹചര്യം അവർക്ക് നൽകണേന്നായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അമ്മ തന്നത് എനിക്ക് റോഡ് സൈഡിൽ സ്ഥലം മേടിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടി. ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ റോഡ് സൈഡിൽ 2 സെൻറ്റ് സ്ഥലം മേടിച്ചു. അതിന് കോമ്പൗണ്ട് വാളൊക്കെ തിരിച്ച് കെട്ടിയിട്ടാണ് ഞാൻ തിരിച്ചു പോയത്. അപ്പോൾ അതും എനിക്ക് കൂട്ടത്തിൽ വേണമെന്നുണ്ടായിരുന്നു അന്ന്. പക്ഷേ ഇവിടെ വന്നപ്പോൾ കൊറോണ കാരണം പറയാൻ പറ്റിയില്ല. ഞാനപ്പോൾ ഇപ്പോൾ 2ാമത്തെ ലീവിന് വന്നിരിക്കുകയാണ്. ആ ലീവിന് വന്നപ്പോഴത്തേക്ക് ഞാൻ വീട് പണി, അത് പകുതിയായപ്പോൾ തന്നെ വീട് പണി ആരംഭിച്ചു. അതിന് വേണ്ടുന്ന ലോൺ അവിടെ എല്ലാം സാങ്ഷനായി, എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അത് ഇപ്പോൾ വീട് പണി പൂർത്തീകരിക്കാനുള്ള ഇനിയിപ്പോൾ ഒരു 2 ആഴ്ച മാക്സിമം അത്രയേ ഉള്ളൂ. അപ്പോൾ
എൻ്റെ മനസ്സിൽ അതുകൂടി ഉണ്ടായിരുന്നു. ആ വീട് പണിക്ക് മുമ്പായിട്ട് അമ്മയുടെ അടുത്ത് വന്നൊന്ന് സാക്ഷ്യം പറയണം. അതെന്തായാലും സാധ്യമായി. അപ്പോൾ അമ്മ തന്ന വലിയ അനുഗ്രഹങ്ങളാണ് എൻ്റെ കുടുംബത്തിന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ പറയുന്നത്. അതുകൂടാതെ ഞങ്ങളുടെ നിയമങ്ങളിൽ വെച്ചിരുന്ന പല കാര്യങ്ങളും, മക്കളുടെ പഠിപ്പ്, മകൾ SSLCക്ക് ഫുൾ A+ഓടെ പാസ്സായി, മോൻ ഡിഗ്രി പാസ് ഔട്ടായി, ചേച്ചിയുടെ മകൾ LLBക്ക് അവൾ എക്സാം എഴുതിക്ക്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിയമം വെച്ചിരുന്നു. അവൾ പാസ്സായി, ഹൈക്കോടതിയിൽ ജൂനിയർ അഡ്വക്കറ്റായിട്ട് ജോലി ചെയ്യുന്നു. പിന്നെ ചേച്ചിയുടെ മോൻ്റെ കല്യാണം, അവൻ്റെ ആ ഒരു കുറേ നാളുകളായിട്ട് അതിന് വേണ്ടി കുറേ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ കല്യാണം നടന്നു. അവരിപ്പോൾ ബഹറിൽ ഭാര്യയും ഭർത്താവ് ഓർത്തി നിൽക്കുന്നു. പിന്നെ ഞങ്ങൾ സഹോദരങ്ങൾ തമ്മിലൊരു ചേർച്ച കുറവുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ശരിയാവണം എന്നുള്ള ഒരു പ്രാർത്ഥന എപ്പോഴും ഉണ്ടായിരുന്നു. എല്ലാവരും അടുത്ത് വന്നു. കാര്യം ഞങ്ങൾ ആറ് പെണ്ണും 2 ആൺമക്കളുമാണ്, 8 മക്കളാണ്. അപ്പോൾ മൂത്ത ജ്യേഷ്ഠ മാത്രം ഇപ്പോഴും ഇത്തിരി അകൽച്ചയിലാണ്. അതും നേരെയാവും, ശരിയാവും, അമ്മയുടെ ഇടപെടൽ അതിലുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ബാക്കിയുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒത്തിരി എൻ്റെ സഹോദരിമാരുണ്ട്. എൻ്റെ ബന്ധത്തിലുള്ള സഹോദരിമാർ, മക്കൾ, കുടുംബങ്ങൾ, കൂട്ടുകാർ ഒത്തിരി പേരുണ്ട്. എല്ലാവർക്കും ഞാൻ അമ്മയുടെ മുമ്പിൽ നിന്ന് എല്ലാവർക്കും നന്ദി പറയുകയാണ്. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി വീണ്ടും രേഖപ്പെടുത്തുന്നു. പേര് ഡെയ്സി. ഞാൻ ആലുവയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ഉടമ്പടി എടുത്തത് 8 ജൂലൈ ഈ വർഷം തന്നെ. എൻ്റെ കുടുംബത്തിന് ദൈവം തന്ന അനുഗ്രഹത്തിന് നന്ദി പറയാനായിട്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. ആദ്യം തന്നെ എൻ്റെ കാര്യം ഞാൻ പറയാം. എനിക്ക് 13 ജൂലൈ 2021 ഒരു ചെറിയൊരു അസുഖമായിട്ടാണ് തുടങ്ങിയതെങ്കിലും പിന്നീട് ഫൈൻഡിങ്സ് വന്നപ്പോൾ എനിക്ക് ട്രാൻസ്വേഴ്സ് മൈലൈറ്റിസ് എന്ന് പറയുന്ന രോഗമായിരുന്നു. അതിൽ ആദ്യം എൻ്റെ കാലുകൾ തളർന്നു പോവുകയും പിന്നീട് ഫുൾ ബോഡിയിലേക്ക് അത് സ്പ്രെഡായി എനിക്ക് ഫുൾ കിടപ്പിലായ അവസ്ഥയായി. അതായത് നമ്മൾ യൂറിൻ, മോഷൻ ഇങ്ങനെയെല്ലാം ബെഡിൽ തന്നെ ആവുന്നൊരവസ്ഥയിലായിരുന്നു. സ്റ്റാർട്ടിങ് അതൊരു കണ്ണുവേദനയിലാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും ഞാനത് അന്നേരം എൻ്റെ കുഞ്ഞിന് വയ്യാത്തൊരവസ്ഥയിലായിരുന്നുകൊണ്ട് ഞാൻ അവനിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തു. അപ്പോൾ എൻ്റെ ഈ കണ്ണുവേദന ഞാൻ അത്ര കാര്യമാക്കിയില്ല. പിന്നീട് ഞാനത് കണ്ണ് കാണിക്കാനായിട്ട് പോയപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഓവർ സ്ട്രെസ്ഡ് ആയതുകൊണ്ടും ഉറക്കത്തിൻ്റെ കുറവ് കൊണ്ടും നിങ്ങൾക്ക് വന്നൊരു വേദനയായിരിക്കാനായിരിക്കും സാധ്യത, നിങ്ങൾ പേടിക്കേണ്ട, മരുന്നെടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് എനിക്ക് മരുന്ന് തന്നു. ഞാൻ രാത്രി വന്ന് മരുന്നെടുത്ത് 2 hours എനിക്ക് യൂറിനറി റിട്ടൻഷൻ ഉണ്ടായി. കംപ്ലീറ്റ്ലി എനിക്ക് യൂറിൻ പാസ് ചെയ്യാൻ പറ്റാണ്ടായി. അന്ന് ഞാനും ഹസ്ബൻഡിൻ്റെ അമ്മയും കുഞ്ഞും മാത്രമേ വീട്ടിലുള്ളൂ. ഹസ്ബൻഡ് വെളിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് ആരെയും വിളിക്കാൻ പറ്റില്ലല്ലോ എന്നോർത്ത് കുറച്ച് ഞാൻ കൺട്രോൾ ചെയ്ത് പിടിച്ചു. കുറച്ച് കഴിഞ്ഞ് വീണ്ടും ഞാൻ ട്രൈ ചെയ്ത് നോക്കി, എന്നെക്കൊണ്ട് ഒട്ടും സാധിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ വാഷ്റൂമിൽ പോയി, ഒട്ടും പറ്റുന്നില്ല എന്ന അവസ്ഥ വന്നപ്പോഴേക്കും ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു. അമ്മ പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അപ്പോഴേക്കും ഒരു 8:30 മോർണിംഗ് ആയിട്ടുണ്ട്. ഞങ്ങൾ ആ ടൈമിൽ ഹോസ്പിറ്റലിൽ പോയി എമർജൻസി അഡ്മിഷൻ ചെയ്യേണ്ടി വന്നു. അഡ്മിഷനായി ഫസ്റ്റ് 24 hours ഒബ്സർവേഷൻ പറഞ്ഞെങ്കിലും ഒബ്സർവേഷൻ അവേഴ്സിൽ അവർക്കൊന്നും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അവരെൻ്റെ അടുത്ത് നെക്സ്റ്റ് ഡേ മോർണിംഗ് കെയറിന് വന്ന് പറയുമ്പോൾ ഞാൻ എണീക്കാൻ ശ്രമിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എൻ്റെ കാല് ശരിക്കും മരവിച്ച അവസ്ഥയിലാണ്. പിന്നീട് അത് അടുത്ത MRI, അടുത്ത സ്കാനുകളൊക്കെ ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ അത് സ്പ്രെഡായി കൈയുടെ ആ ഭാഗം വരെ വന്നു. കൈയും കഴുത്തും മാത്രം അനങ്ങുന്ന അവസ്ഥയിലായി. ഡോക്ടർ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ഫിനാൻഷ്യലി അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും മാറാം, കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും മെഡിസിൻ അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നമുക്ക് ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ ഇപ്പോൾ ചെയ്താലും പിന്നീട് ചെയ്താലും ആൾക്കൊരു 65% ചാൻസേ ഞങ്ങൾക്ക് പറയാൻ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മോന് കറക്റ്റ് 9 മാസമേ ആയിട്ടുള്ളൂ. ആ ടൈമിൽ എൻ്റെ പാരൻസ് ഇല്ല, അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് ഒറ്റയ്ക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത സമയത്ത് അമ്മ സിസ്റ്റർ ഇൻ ലോനെ അറിയിച്ചു. ആളുടെ ഹസ്ബൻഡ് വന്നിട്ടാണ് ഹോസ്പിറ്റലൈസ്ഡ് ആക്കുന്നതും നെക്സ്റ്റ് ഡിസിഷൻ എടുത്ത് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള പെർമിഷനൊക്കെ കൊടുക്കുന്നത്. മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ടൈമിൽ എനിക്ക് കുറച്ച്
ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നതായിട്ട് ഡോക്ടർ പറഞ്ഞു. എങ്കിലും ഫസ്റ്റ് 5 days ഞാൻ ICUലായിരുന്നു. പിന്നെ 6th day ആയപ്പോൾ എന്നെ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഈ ടൈമൊക്കെയും എൻ്റെ ഒത്തിരി റിലേറ്റീവ്സ് എന്നെ പേഴ്സണലി വിളിച്ച് പറഞ്ഞത്, ഞങ്ങൾ കൃപാസനത്തിൽ പോയിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്, പേടിക്കണ്ട, രക്ഷപ്പെടും. ഈ ടൈമിൽ ഞാനും പ്രാർത്ഥിച്ചത് അത് തന്നെയാണ്. കാരണം എല്ലാവർക്കും അറിയാം, ഒരു കുഞ്ഞിനെ മറ്റൊരാളുടെ അടുത്ത് വിട്ടിട്ട് പോകുമ്പോൾ ഒരമ്മയ്ക്കൊട്ടും പറ്റില്ല ഒരിടത്തായിരിക്കാൻ. ഞാനും ഒത്തിരി ശ്രമിച്ചു, ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. അത് ഒരു 25 days ആയപ്പോൾ ഞങ്ങൾക്ക് ഡിസ്ചാർജ് കിട്ടി. ഞങ്ങൾ വീട്ടിൽ പോകുമ്പോൾ എനിക്ക് യൂറിനറി കാത്തറ്റർ ഉണ്ട്, നടക്കാൻ കുറച്ച് ഡിസബിലിറ്റീസ് ഉണ്ട്, എന്നാലും ഞാൻ വാക്കിംഗ് എയ്ഡ് വെച്ചിട്ട് നടക്കുമായിരുന്നു. വീട്ടിൽ വന്ന് എൻ്റെ റിലേറ്റീവ്സ് കൊണ്ടുവന്ന് ഇവിടുത്തെ നേർച്ച വസ്തുക്കൾ, അതായത് തൈലവും ഉപ്പും ഒക്കെ കൊണ്ടു തന്നു. ഞങ്ങളത് യൂസ് ചെയ്തു, ഡെയിലി പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പാരൻസിൻ്റെ ഒപ്പം നോർത്തിലേക്ക് പോയി. ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗവും റെസ്റ്റും ഒക്കെ ആയിട്ട് പറഞ്ഞതുകൊണ്ട് ഞാൻ അവരുടെ കൂടെ നോർത്തിലേക്ക് പോകേണ്ടി വന്നു. ആ ടൈമിൽ ജനുവരി ആയപ്പോൾ എനിക്കപ്പോൾ കംപ്ലീറ്റ്ലി, അതായത് ഞാൻ സെൽഫായിട്ട് എല്ലാം ചെയ്യുന്ന ഒരു സ്റ്റേജിലായപ്പോഴാണ് ഞാൻ നോർത്തിലേക്ക് മാറുന്നത്. അതിന് ആദ്യം തന്നെ ഞാൻ അമ്മ മാതാവിനോട് നന്ദി പറയുകയാണ്. കാരണം അത്രയും വേഗം ഒരാൾക്കും ഇമ്പ്രൂവ്മെൻറ്റ് വരില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞ കേസ് 65% മാത്രം അവർ ഉറപ്പ് തന്നൊരു കേസിൽ അത്രയും ഇമ്പ്രൂവ്മെൻറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ അത് പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.